മേയ്ക്കാട് പറമ്പുശ്ശേരി വാസികളുടെ ദീർഘകാലത്തെ യാത്രാക്ലേശത്തിന് അവസാനമായി ആലുങ്കൽ കടവ് പാലം തുറന്നു. നെടുമ്പാശ്ശേരി ആലുങ്കൽ കടവ് പാലത്തിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെ ഒരു വികാരമാണ്. പാലങ്ങൾ രണ്ട് കരകളെ ബന്ധിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഒരു പുതിയ പാലം വന്നാൽ ഒരു നാടാകെ മാറുകയാണ്. അതുകൊണ്ട് തന്നെ പശ്ചാത്തല വികസന മേഖലയിൽ പാലങ്ങൾ പുതുതായി വരുന്നതിന് വലിയ പിന്തുണയാണ് പൊതുവെ ജനങ്ങൾ നൽകാറ്. പാലങ്ങൾ പൂർത്തീകരിക്കുന്ന പദ്ധതികളുടെ ഉദ്ഘാടന പരിപാടിയിലും വലിയ ജനക്കൂട്ടമാണ് പൊതുവെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പാലങ്ങൾ എത്രത്തോളം പ്രാധാന്യമറിയിക്കുന്ന പദ്ധതിയാണെന്നുള്ള തിരിച്ചറിവാണ് 2021 മെയ് 20 ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ 5 വർഷം കൊണ്ട് എത്ര പാലം നിർമ്മിക്കണമെന്ന് പൊതുവെ ഫോക്കസ് ചെയ്തത്. 5 വർഷം കൊണ്ട് ഒരു 100 പാലം നമ്മുടെ സംസ്ഥാനത്ത് പ്രവൃത്തി പൂർത്തീകരിക്കണം. അൻവർ സാദത്ത് MLA അധ്യക്ഷത വഹിച്ചു. ആ ഘട്ടങ്ങളിലൊക്കെ മറ്റു രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ ഇവരെല്ലാവരും എന്നോട് നിരന്തരമായി ആവശ്യപ്പെട്ടു, ഈ പാലം ആവശ്യമാണ്, കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരും. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഈ പാലത്തിന്റെ ശ്രമം നമ്മൾ ആരംഭിച്ചത്. ഞാൻ പറഞ്ഞ നാട്ടിലെ പ്രമുഖരായ പല വ്യക്തികൾ, ഞാൻ ഒരാളുടെ പേര് പറയുന്നില്ല, പ്രമുഖരായ വ്യക്തികൾ എല്ലാവരും ഇതിനു വേണ്ടി എന്നോട് നിരന്തരമായി ആവശ്യപ്പെട്ടു. അങ്ങനെ അതിന്റെ യാത്ര തുടങ്ങി. അങ്ങനെ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഫസ്റ്റ് MLA ആയി വന്ന സമയത്ത് പ്രിയങ്കരനായ ഉമ്മൻചാണ്ടിയോടും അതുപോലെ തന്നെ ഇബ്രാഹിം കുഞ്ഞും, അന്ന് മിനിസ്റ്റർ ഇബ്രാഹിം കുഞ്ഞാണ്, അങ്ങനെ നമ്മൾ ഈ കാര്യം ശ്രദ്ധപ്പെടുത്തി. അങ്ങനെ സാഹചര്യം ശ്രദ്ധപ്പെടുത്തിയപ്പോഴാണ് നബാർഡിന്റെ സ്കീമിൽ പെടുത്തിക്കൊണ്ട് നമുക്ക് ഏകദേശം 11 കോടി ലക്ഷം രൂപ നമുക്ക് 11 കോടി 22 ലക്ഷം രൂപയാണെന്ന് ആദ്യത്തെ കോൺട്രാക്ട് ചെയ്ത് പൂർത്തിയായി പോയി. പിന്നീട് വന്ന കോൺട്രാക്ടറും ശ്രദ്ധപ്പെടുത്തും. നമുക്കൊരു ബസ് റൂട്ട് ഞാൻ ആവശ്യമുണ്ട്. ഇവിടെ പഞ്ചായത്ത് മെമ്പർ നിവേദനം തരാനിരിപ്പുണ്ട്, റെസിഡൻസ് നിവേദനം തരാൻ പറയുന്നത്. ഈ കണ്ട ആളിലൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിനെ കണക്ട് ഈ പ്രദേശം എന്ന് പറയുമ്പോൾ ഇവിടെ സാധാരണക്കാരാണ്. ഇവിടെ ചടങ്ങിൽ ബെന്നി ബെഹനാൻ MP മുഖ്യ അതിഥിയായി പങ്കെടുത്തു. 2015 നബാർഡിൽ നിന്നും അനുവദിച്ച 11.22 കോടി രൂപ അനുവദിച്ച് 2017 പൂർത്തിയായ ആലുങ്കൽ കടവ് പാലത്തിന് ആവശ്യമായ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണത്തിന് 2015 1.34 കോടിയും 2022 1.56 കോടിയും അനുവദിച്ച് ഭൂമി ഏറ്റെടുത്തു. 2023 2 കോടി രൂപ അനുവദിച്ചാണ് അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. പാലം നിർമ്മാണത്തിന് ഭൂമി ഏറ്റെടുക്കൽ, അപ്രോച്ച് റോഡ് എന്നിവ ഉൾപ്പെടെ മൊത്തം 16.12 കോടി രൂപയാണ് ചിലവായത്. പല പ്രതിസന്ധികളുണ്ടായെങ്കിലും അൻവർ സാദത്ത് MLA എല്ലാവരെയും ഒപ്പം നിർത്തി ഒരു ടീമായി പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ആലുങ്കൽ കടവ് പാലം യാഥാർത്ഥ്യമാകുവാൻ കാരണമായതെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. കൂടാതെ അധ്യക്ഷ പ്രസംഗത്തിൽ അൻവർ സാദത്ത് MLA ഉന്നയിച്ച ആലുങ്കൽ കടവ് പാലം വഴി ബസ് സർവീസ് ആരംഭിക്കുന്നത് സംബന്ധിച്ച് വകുപ്പ് മന്ത്രിയുമായി ചർച്ച ചെയ്യുമെന്നും ആലുവ ശിവരാത്രി മണപ്പുറം പാലം ദീപാലങ്കൃതമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആലുവ.